ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 43. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കമന്റ്സ് വായിക്കാം. ബിഗ് ബോസ് സീസൺ 6-ൽ ശരത്തേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ശരത്തേട്ടനായിരുന്നു എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. അതെ എന്ന് കുറെ പേര് കമന്റ് ഇട്ടുണ്ട്. എന്താ ചെയ്യാ, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഫാത്തിമ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ശരത്ത് ശ്രീത് കാമ്പോ ഞങ്ങൾ വിടില്ല എന്ന്. അത്രയ്ക്ക് അടിപൊളി കാമ്പോ ശരിക്കും. നിങ്ങളൊക്കെ പറഞ്ഞാ പിന്നെ എങ്ങനെയാ ഞാൻ നോ എന്ന് പറയാ. ശ്രീതിനോട് പറഞ്ഞേക്ക് എനിക്ക് ഓക്കെ ആണെന്ന്. എനിക്ക് വേണം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾക്ക് ഐഫോൺ 15 Pro Max കിട്ടിയെന്ന്. അതുകൊണ്ടെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ. എന്തുവാടാ, ഞാൻ എത്ര കെഞ്ചി പറഞ്ഞില്ല നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്യുന്നോണ്ട് ഒരു പ്രശ്നമില്ല, പൈസ ഒന്നുമില്ല. വെറുതെ സ്വിച്ചും ഒന്ന് നിൽക്കാൻ മാത്രം മതി, സബ്സ്ക്രൈബ് ആയി. എന്തായാലും വീഡിയോ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പതിവ് പോലെ നമ്മുടെ ലാലേട്ടൻ എത്തി. ഹായ്, നല്ല പച്ചക്കോട്ട്. നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന അതേ വികാരങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയുമാണ് വീട്ടിലുള്ളവരും കടന്നു പോകുന്നത്. പക്ഷെ ലാലേട്ട, ഞങ്ങളുടെ റിഫ്ലക്ഷൻ ആണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഓവർ ആക്ട് ഒന്നും ചെയ്യാറില്ല കേട്ടോ. മനസ്സിലാക്കാം, വീട്ടിലേക്ക് പോവാം. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു വീട്ടിലേക്ക് പോവാം. അതാണ്ട് ഒരാൾ ഓടി നിൽക്കണ. അല്ല, ജാസ്മിന്റെ മുഖത്ത് എന്തൊരു ഭാവമാറ്റം? ബാത്റൂമിൽ പോകാൻ മുട്ടുണ്ടോ? മൈക്കില്ല, എനിക്ക് മനസ്സിലായി. അപ്പൊ ജാസ്മിൻ മൈക്ക് എടുക്കാൻ പോകുന്നു. രശ്മിൻ ഡീ പോവല്ലേ, ഇവിടെ ഉണ്ട് ഇങ്ങോട്ടോ. ജാസ്മിൻ ബി ലൈക്ക്, നീ ഇത് എടുത്ത് പിടിച്ചില്ല, ലാലേട്ടനെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ എന്നെ ചീത്ത കേൾപ്പിക്കാൻ, കൊള്ളപ്പന്നി. ലാലേട്ടൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു 1.25 മണിക്കൂർ നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യത്വത്തിനെ പറ്റി. അബിയുടെ ഇതിലെ മനുഷ്യത്വത്തിന്റെ നിർവചനം. അപ്പൊ ലാലേട്ടൻ നമ്മുടെ അഭിഷേകിനോട് ചോദിച്ചു, അഭിഷേകെ എന്താണ് മനുഷ്യത്വം? ഈ ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഈ ഗെയിമിൽ ആവശ്യമില്ല. അപ്പൊ അഭിഷേക് പറഞ്ഞത് ഗെയിം അല്ലേ? ഗെയിമിൽ അങ്ങനെ മനുഷ്യത്വത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ലാലേട്ടൻ, ഇതൊരു ഗെയിം ആണോ മോനെ? ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ? ഗെയിം ആയിട്ടാണോ എടുത്തിരിക്കുന്നത് അതോ ഒരു റിയാലിറ്റി ഷോ ആയിട്ടാണോ എടുത്തിരിക്കുന്നത്? ഇന്നലെ വരെ ലാലേട്ടൻ പറഞ്ഞത് ഇത് ഗെയിം ആണെന്ന്, ഇന്നിപ്പോ റിയാലിറ്റി ഷോ ആയി. അപ്പൊ അഭിഷേക്, ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ ആണ്. ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ ആണ് ലാലേട്ട. അതിൽ ഗെയിം വരുമ്പോ നമുക്ക് മനുഷ്യത്വത്തിന്റെ ആവശ്യമില്ല, പക്ഷെ ഗെയിം കഴിയുമ്പോൾ നമുക്ക് മനുഷ്യത്വത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഗെയിമിൽ വരുമ്പോ വേണ്ട. അങ്ങനെ ഗെയിം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫിസിക്കൽ ഗെയിം, ഫിസിക്കൽ ടാസ്ക്. സ്ക്രിപ്റ്റ് പോലും മര്യാദയ്ക്ക് എഴുതാൻ അറിയാത്ത ആൾക്കാരാണ് ബിഗ് ബോസിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗെയിം ഷോ ആണോ റിയാലിറ്റി ആണോ ഇത്? ഇന്നലെ പറയും ഇതൊരു ഗെയിമാണ്, ഇന്ന് പറയും ഇത് മനുഷ്യ ജീവിതത്തിന്റെ പ്രതിഫലനമാണ്, സങ്കോചമാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. ഒരു പരിഗണന. ഓക്കെ, പരിഗണനയാണ് ഇപ്പൊ വേണ്ടത്. പലപ്പോഴും ഉണ്ടാവാറില്ല പല സാഹചര്യങ്ങളും. സിബിൻ, ഞാൻ അങ്ങനെ ആരെയും പരിഗണിക്കാറൊന്നുമില്ല. എന്താ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ രശ്മി ഇവളെന്തിനാണ് ചിരിക്കണേ? രശ്മിൻ അങ്ങനെ സിബിൻ ഇങ്ങനെ പറഞ്ഞപ്പോ രശ്മിന് പുച്ഛം സ്വാഭാവികം. എതിരഭിപ്രായമാണ് സാർ ഉള്ളത്. ഓ, വീട്ടില് കുറച്ചു പേർക്ക് മനുഷ്യത്വം വളരെ കുറവാണ്. ശരി, ഭയങ്കര ബ്രോക്കൺ ആയിരുന്നു ജാസ്മിൻ ആ സമയത്ത്. അപ്പൊ അത് ആക്ടിങ് ആയിരുന്നില്ലേ? ശരിക്കായിരുന്നാ? ഞങ്ങൾക്ക് തോന്നിയില്ലട്ടാ. അദ്ദേഹത്തിനോട് അധികം സംസാരിക്കാറില്ല, എനിക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പൊ രശ്മിൻ ഇങ്ങനെ മനുഷ്യത്വത്തിനെ പറ്റി വാദവരാതെ പ്രസംഗിക്കാം. എന്താണ് ഈ ജിൻഡോനോട് സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഒരു കേസ് വന്നപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ പറ, നീ എവിടെ വരെ പറയുന്ന എനിക്ക് അറിയണം. ജിൻഡോ എടുത്ത മനുഷ്യത്വം ഉണ്ടോ? താല്പര്യമില്ലാത്ത ആളെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്. രശ്മിനെ, നീ മനുഷ്യത്വത്തിനെ പറ്റി വാദോരാതെ പ്രസംഗിച്ചല്ലോ. ഈ ജിൻഡോനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയുന്നതും അയാളെ കണ്ണ് കണ്ടുകൂടാ എന്ന് പറയുന്നതും ഒരു മനുഷ്യത്വപരമായ കാര്യമാണോ? പരിഗണിക്കാതിരുന്നിട്ടില്ല ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ലക്ഷ്മി, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വയ്യാണ്ടിരിക്കുന്നവരോട് ഞാൻ മനുഷ്യത്വം കാണിക്കാറുണ്ട്. ജിൻഡോക്ക് വയ്യെങ്കിൽ ഞാൻ അവരോട് മനുഷ്യത്വം കാണിക്കുന്നില്ല. ശരി, ഇരിക്കാം. ജിൻഡോ, എന്താണ് മനുഷ്യത്വം? അപ്പൊ അത്രയും മനുഷ്യത്വം കാണിക്കുന്ന രശ്മിനോട് ലാലേട്ടൻ പറഞ്ഞു. ജിൻഡോനോട് ചോദിച്ചു, ജിൻഡോ എന്താണ് മനുഷ്യത്വം? മനുഷ്യ മനസ്സുകളിൽ മാറിവെല്ലുണർത്തുന്ന ഒരു മധുര വികാരമാണ് മനുഷ്യത്വം. വയലാറെഴുതുന്നത് പണ്ഡിതനാണ് നമ്മുടെ ജിൻഡോ. ശരി പറഞ്ഞ അത് എല്ലാവരോടും തോന്നണമെന്നില്ല. അത് പോയി പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് മനുഷ്യത്വം. നമ്മൾ കിട്ടിയാൽ മാത്രമേ ലാലേട്ടൻ കൊടുക്കുള്ളൂ, അല്ലാണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന പരിപാടി നമുക്കില്ല. എന്റെ ക്യാരക്ടർ അല്ല ലാലേട്ടാ. നിങ്ങൾ എല്ലാരും കൂടെ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തോ അവർക്ക് വയ്യാന്ന് പറഞ്ഞ സമയത്ത്? ലാലേട്ടാ, ബിഗ് ബോസ് ഒരു ഷോ ആണ്.
ചിലപ്പോ പോവാതിരിക്കാം, പ്രവോക്ക് ചെയ്യാതിരിക്കാം. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നവർ മാത്രം അവിടെ നിന്നാ മതി. അങ്ങനെ പറ. ഇന്നലെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. മൈക്ക് ധരിക്കാൻ പറഞ്ഞപ്പോ അയാളെ താൻ പോടോ തന്റെ പാട്ട് അങ്ങനെ. ജാസ്മിൻ മൈക്ക് എടുത്തിടാൻ പറഞ്ഞപ്പോ ഞാൻ ആളെ പോടോന്ന് വിളിച്ചത് മനുഷ്യത്വമായിട്ട് കണക്ട് ചെയ്തില്ല കേട്ടാ. എന്റെ മനസ്സിൽ കൂടെ അപ്പൊ എന്തോ കുറെ കാര്യങ്ങൾ കടന്നു പോയിരുന്നു. അപ്പൊ എന്റെ മൈക്ക് ഇവിടെ ഇരിക്കണ്ടേ, ഞാൻ പറയുന്നത് എന്തെങ്കിലും ഞാൻ സംസാരിക്കണ്ടായിരുന്നില്ല. എനിക്ക് സംസാരിച്ചാൽ തന്നെ മൈക്ക് അവിടെ ഇരിക്കണോണ്ട് അതിൽ കൂടെ കേൾക്കണ്ടായിരുന്നു. അപ്പോഴാണ് ഇയാൾ എന്നോട് മൈക്ക് ഇടറി എന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോടോന്ന് പറഞ്ഞത് മനുഷ്യത്തായിട്ട് ഒരു കണക്ഷൻ ഇല്ല. വൈൽഡ് കാർഡ്സ് വന്നപ്പോഴാണ് ജിൻഡോ കാക്ക ഇത്രയും പേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊതിയുന്നത്. അപ്പം എന്റെ പൊന്ന് ജാസ്മിനെ, മൈക്കിന്റെ കാര്യം ചോദിച്ച നീ എന്തിലേക്കൊക്കെ പറഞ്ഞ് കാട് കയറി പോണേ? രശ്മിൻ അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നെന്നാണ്. അയ്യോ ലാലേട്ടന് എന്തൊരു സോഫ്റ്റ് കോർണർ. കുറച്ച് ആൾക്കാർ ചേർന്ന് ജാസ്മിനെയും ഗബ്രീനെയും ഫോക്കസ് ചെയ്ത് ഇവരെ മാനസികമായിട്ട് തളർത്തണം. അത് ശരി. വൈൽഡ് കാർഡ് വന്ന ശേഷം ജാസ്മിനെയും ഗബ്രീനെയും ടാർഗറ്റ് ചെയ്തു എന്നാണ് രശ്മിൻ പറയണത്. ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡില് ഈ ജാസ്മിന്റെയും ഗബ്രിയുടെയും വിഷയം വാതോരാതെ പ്രസംഗിച്ച് അതിനെപ്പറ്റി വലിയ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആരാ? നമ്മുടെ ലാലേട്ടൻ. അപ്പൊ ലാലേട്ടൻ അതിൽ പെടും. ഞാനും ജാസ്മിൻ അത്ര നല്ല ടേംസിലല്ലല്ലോ. നോറ, ഞാൻ ഭയങ്കര മനുഷ്യത്തുള്ള ആളാ സാറേ. ഞാൻ ഇപ്പൊ ജാസ്മിനായിട്ട് ഞങ്ങൾ വലിയ രസത്തിലൊന്നും അല്ലായിരുന്നു. അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്താ കാര്യം? ലാലേട്ടൻ അല്ലായിരുന്നാ? അല്ല, ജാസ്മിനായിട്ട് ഞാൻ ചെറിയ വഴക്കായിരുന്നു. പക്ഷെ ജാസ്മിന്റെ ഒരു ആവശ്യം വന്നപ്പോ ഞാൻ ജാസ്മിന് വേണ്ടി സംസാരിച്ചു. അതാണ് എന്റെ സ്നേഹം. അത് ജാസ്മിൻ അറിഞ്ഞെന്തോന്ന് എനിക്കറിയില്ല. ജാസ്മിൻ, ഞാൻ അറിഞ്ഞു മോളെ, എന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ കണ്ടു. അപ്പൊ മനുഷ്യ നോറ, അത് കേട്ടാ മതി. കിട്ടിയ അതുകൊണ്ടാണ് ചോദിച്ചത്. ഗബ്രീനോട് ചോദിച്ചു, ഗബ്രി എന്താണ് മനുഷ്യത്വം? ഗബ്രി, ലാലേട്ടാ ഇവിടെ വന്നപ്പോ ഫസ്റ്റ് വീക്കില് മനുഷ്യത്വം ഇല്ലാന്ന് പറഞ്ഞ ഒരേ ഒരാള് ഞാനായിരുന്നു. ഇപ്പൊ ആരും എന്നോടൊരു മനുഷ്യത്വം കാണിക്കുന്നില്ല ലാലേട്ടാ. ഞാനാണ് ഇപ്പൊ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ പാവാ ലാലേട്ടാ. ഒരു വലിയ ഇതാണ്, ശത്രുവിനെ മിത്രമാക്കൂ എന്നുള്ളതാണ്. നടന്നത് തന്നെ. ഇവിടെ എന്ത് നടന്നാലും അതിന്റെ ഒരു പ്രൈം ഫോക്കസ് തന്നിലേക്ക് വരണമെന്നുള്ള ഒരു ഈ ജാസ്മിൻ എല്ലാ കാര്യവും അവളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആഗ്രഹമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെടൂല, അത് ഞാൻ നടത്തി കൊടുക്കൂല. അത് മാത്രമല്ല, അതിന് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് സിബിൻ എവിടെ എത്തി? ഈ കാലേ വാരി നിലത്തടിക്കുന്ന സംഭവത്തിലെത്തി. നിങ്ങൾ റശ്മിനോട് പോയി പറയണം, രാവിലെ രശ്മിൻ നീ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ വിട്ടത്. അപ്പൊ സിബിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രശ്മി വന്ന് ജിൻഡോ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് രശ്മിനോട് പറയാനാണ് ഞാൻ ജിൻഡോ ചേട്ടനോട് പറഞ്ഞത്, അല്ലാതെ ജാസ്മിനോട് പറയാനായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ആയതാണ്. അതായത് കാലേ വാരി നിലത്തടിക്കുന്ന ഞാൻ പറഞ്ഞതല്ല ലാലേട്ടാ. നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിൽ അതിനെ ഒരു ഫണ്ണായിട്ട് വിചാരിച്ചാൽ മതി. ഈ മോനെ അതൊരു ഫണ്ണായിട്ട് എടുത്താ പോരെ? വിചാരിച്ചാൽ മതി. കാര്യം എന്തറിയോ? സിബിൻ ഫണ്ണല്ല, ബണ്ണ്. 3 ദിവസം എനിക്ക് പാത്രം കഴുകാൻ ശിക്ഷ വന്നത് അതെങ്ങനെ ഫണ്ണാണ്? ഞാൻ കഴിക്കണ്ടേ പാത്രം? ശ്രീരേഖയും സിബിനും കൂടി ഒരു പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് 210 രൂപ വരെയുള്ള ഫോട്ടോ പതിച്ച 2 ട്രോഫി ലാലേട്ടൻ സമ്മാനിച്ചു. അത് എന്റെ പെർഫോമൻസ് കാണിച്ചു കൊടുത്തു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ശ്രീരേഖ ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലസ് എപ്പിസോഡിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യും. ബാറ്ററി എന്താണ്? ബാറ്ററിയുടെ ചാർജിങ് ലെവല്. പിന്നെ ഒരു ഗെയിം ആയിരുന്നു, വേറെ ഒന്നുമില്ല. ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോ ചാർജ് ഉണ്ടാവുകയും ഇപ്പൊ ചാർജ് കുറഞ്ഞു പോയ ആളുകളെ പിടിച്ചു നിർത്തി അവർക്ക് ഇത്രയും ചാർജ് ഉള്ളൂ എന്നൊക്കെ പറയുക. മൈക്കുണ്ടോ? ഏറ്റവും അതിന് നീ എന്തിനാ കൊഞ്ചണേ? ജിൻഡോ ചേട്ടൻ അത് കഴിയുമ്പോ നല്ല ബുദ്ധിയുള്ള നമ്മുടെ ശ്രീധു എന്ത് ചെയ്തു? ജിൻഡോ ചേട്ടനാണ് ചാർജ് കുറവ്, ജിൻഡോ ചേട്ടൻ ഇത്ര ചാർജ് ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. ചാർജ് കുറവുള്ളവരെ ചാർജ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ചാർജിന്റെ താഴെ നിൽക്കുന്നവരെ നിങ്ങൾ ചാർജ് ചെയ്തു. ലാലേട്ടൻ നമ്മളെ ചാർജ് ഏറ്റവും കുറവുള്ള ആൾക്കാരെ വിളിക്കാനാ പറഞ്ഞേ. നീ ഇതിപ്പോ ഇപ്പൊ തന്നെ ഇയാൾക്ക് ഫുള്ള് ചാർജ് ആണല്ലോ കൊടുത്തേനെ. അതെന്താണ് അങ്ങനെ? അല്ല, സ്റ്റാർട്ടിങ്ങിൽ കുറെ ചാർജ് ഉണ്ടായ ലാലേട്ടൻ ബി ലൈക്ക് ആരോട് പറയാൻ? ഈ മലയാളം അറിയുന്ന ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ച് ഷോയിൽ കയറ്റടേ. ശ്രീധു ആണ് പോലും. ശ്രീധു കൊണ്ട് ചാർജിങ് കുറച്ച് കമ്മിയായ മതി, കുറച്ച്. ഓക്കെ. അയ്യോ, ഞങ്ങളുടെ ബ്രേക്കപ്പ് മാറിയിട്ടേ. ശ്രീധു നല്ല അടിപൊളിയായിട്ട് ചെയ്തു. എവിക്ഷനിൽ വരാത്ത സമയത്ത് അവർക്ക് ഭയങ്കര ഹൈ എനർജിയാണ്. പക്ഷെ എവിക്ഷനിൽ വരുമോ എന്നുള്ള ആ ഒരു ഘട്ടം എത്തുന്ന ഇപ്പൊ സമയത്ത് നമ്മുടെ അൻസിബ് പറഞ്ഞു ഗബ്രിക്ക് ഈ നോമിനേഷനിൽ വരുമെന്ന് ഭയങ്കര പേടിയാ. ഞാൻ ചെയ്തത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വോട്ട് കിട്ടും എന്ന്. എന്റെ പൊന്ന അൻസിബേ, ചെയ്തത് നല്ലതാണ് അവന് ബോധ്യം ഉണ്ടെങ്കിലല്ലേ അവന് പേടിയില്ലാതിരിക്കുള്ളൂ. അതവനില്ല, അതുകൊണ്ടല്ലേ പേടിക്കണേ. അവിടെ നിൽക്കും, ചില സമയങ്ങളിൽ മാത്രം അത് ഗ്രീനിലേക്ക് എത്തും. പിന്നെ ഗ്രീനിലേക്ക് എത്തി പെട്ടെന്ന് ചാർജ് ഡൗൺ ആയി പോകും. അപ്പൊ എപ്പോഴും ബാറ്ററി ചാർജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ചാർജ് വെക്കാതിരിക്കാൻ എന്താ ഐഫോണാ? ഇപ്പൊ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം അത് നീയല്ലേ? ഞാൻ നിന്റെ പ്രൊട്ടക്ടർ ആയിട്ട് ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു വാക്ക് തന്ന ഒരാളാണ്. ഓ, നോറയാണ് ഒരു രശ്മിന്റെ പ്രൊട്ടക്ടർ. അപ്പൊ ഇങ്ങനെ നിക്കോ? എന്തെങ്കിലൊക്കെ വരുമ്പോ ഇങ്ങനെ നീ ഇവിടെ നിന്റെ ഗെയിമിലോ കാര്യങ്ങളോ ഫോക്കസ്ഡ് ആവാത്തത്
SPF 50 ഉള്ള പ്രൊട്ടക്ടർ ആണോ? UV ലൈറ്റ്സ് ഒക്കെ തടയോ? നീ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അത് ചിന്തിക്കുന്ന. എന്റെ പൊന്നിനോറെ, രശ്മി നമ്മുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും പക്കാലത്ത് എടുക്കണ ആളാ. അവള് നീ അങ്ങനെ പറയല്ലേ? കയ്യോങ്ങുകയും മനുഷ്യത്വമില്ലാത്തവൾ എന്ന് എന്നെ വിളിക്കുകയും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്കതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. നെഗറ്റീവ് പറയുന്ന ആളെന്ത് പോസിറ്റീവ് ആണെന്ന് അറിയോ? സിബിനെ ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ നമ്മുടെ പൂജ സിബിനെ വിളിച്ചു നിർത്തി. സിബി ചേട്ടാ, നിങ്ങളായിട്ട് ഞാൻ വന്നപ്പോ തന്നെ നല്ല കണക്ട് ആയതാണ്. നിങ്ങൾക്ക് അറിയോ അത്? സിബിന് ശരിയാണെങ്കിൽ അത് ചെയ്യുക. പുറത്തുനിന്ന് പല കാര്യങ്ങളും പലതും പറഞ്ഞേക്കാം. പൂജ സിബിനോട് പറയാണ്, ഈ പുറത്തുനിന്നുള്ളവർ അതും ഇതൊക്കെ വിളിച്ചു പറയും, നമ്മളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മര്യാദയ്ക്ക് കളിക്കും മനുഷ്യ. അല്ല പിന്നെ പുറത്തുനിന്ന് പല കാര്യങ്ങളും പലതും പറഞ്ഞേക്കാം. നമ്മളെയാണല്ലോ മച്ചമ്പി. ലാലേട്ടൻ, പൂജ നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ അല്ലേ? ശ്രീതു പല സമയത്തും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ നമ്മുടെ സിബിൻ വിളിച്ചു നിർത്തിയത് ശ്രീധുനെയാണ്. ഞാൻ സംസാരിച്ചാൽ ശ്രീതു കുറച്ചു നേരത്തേക്ക് എന്റെ കൂടെയും അപ്പുറം നിൽക്കുന്ന ആൾ സംസാരിച്ചാൽ കുറച്ചു നേരം അയാളുടെ കൂടെയും അങ്ങനെ. സിബിനെ കറക്റ്റാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകും. കഴിഞ്ഞ ആഴ്ച സിബിന്റെ കൂടെയായിരുന്നു, ഈ ആഴ്ച അർജുന്റെ കൂടെയാണ്, അടുത്ത ആഴ്ച നീ ഗബ്രി നല്ലത് പറഞ്ഞാൽ ഗബ്രിയുടെ കൂടെ പോകും. അതാണ് ശ്രീധു. ഒരു ബുദ്ധിയില്ല, ബോധമില്ല. അയ്യോ ഞങ്ങള് ബ്രേക്കപ്പ് കഴിഞ്ഞില്ല. ശ്രീധുവിനെ പറ്റി അങ്ങനെ അപവാദം ഒന്നും പറയണ്ട. ശ്രീധു സൂപ്പറാ. സത്യം പറഞ്ഞ ഫസ്റ്റ് ഡേ ജാസ്മിൻ കപ്പ് കൊണ്ടുവന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ജിൻഡോ നമ്മുടെ ജാസ്മിനെ വിളിച്ചു. ജിൻഡോ പറയാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ട. നമ്മുടെ ഗബ്രിയുടെ അണ്ടറിലായ പോലെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ഗബ്രിയുടെ അണ്ടറിലാണ്. അത് കഴിഞ്ഞ് അവരുടെ ഗ്രൂപ്പിൽ തന്നെ പെട്ടു. ഞാനത് ഇവരുടെ സെപ്പറേറ്റ് ആക്കി കൊടുത്തു. കപ്പ് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അവിടെ ഫുൾ ചാർജിങ് കൊടുക്കും. ജാസ്മിൻ ബി ലൈക്ക്, ഇയാളെന്നെ കളിയാക്കി പറയണമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ലാലേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി? സക്സസ്ഫുൾ ആയിരുന്നോ? അതിപ്പോ ലാലേട്ടൻ ചോദിച്ചു, ജിൻഡോ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു? ജിൻഡോ വീണ്ടും നോമിനേഷനിൽ വന്നായിരുന്നു, പക്ഷെ ഗെയിമിൽ തോറ്റുപോയി. ലാലേട്ടൻ അടുത്ത നോമിനേഷനിൽ ഞാൻ കയറിയിരുന്നു. ഞാൻ ക്യാപ്റ്റൻസി മത്സരത്തിൽ മത്സരിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതല്ല, അതിപ്പോ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? അതല്ല മോനെ, ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? മോനെ എങ്ങനെ പെർഫോമൻസ് ചെയ്തു എന്നായി ഏട്ടൻ ചോദിച്ചേ. ക്യാപ്റ്റൻസി കുഴപ്പമുണ്ടായിരുന്നില്ല. ഏട്ടൻ, ജിൻഡോന്റെ ക്യാപ്റ്റൻസിനെ കുറ്റം പറയുന്ന ആൾക്കാരെ വിളിക്കണം. ആരെ വിളിക്കും? ആ രശ്മി പറ. സർ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം സ്വാഭാവികം. രശ്മിന്റെ വായന ജിൻഡോനെ പറ്റി എപ്പോഴെങ്കിലും നല്ലത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണെന്ന് ഒരു വീട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, താൻ എനിക്ക് വോട്ട് ചെയ്തായിരുന്നു? അപ്പൊ ആ ചോദ്യം എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് കുനിഞ്ഞിക്കാൻ പറഞ്ഞു, മുട്ടുകുതിക്കാൻ പറഞ്ഞു. പപ്പറ്റ് പോലെ തോന്നിയോ ജാസ്മിൻ? സ്ക്രിപ്റ്റില് ജിൻഡോനെ കുറ്റം പറയുന്നവരെ വിളിക്കാനാണ്. അപ്പൊ അടുത്തത് ആരെ വിളിക്കും? ഗബ്രി. എനിക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു. ഞാൻ അവിടെ വെച്ച് ഞാൻ ജാസ്മിൻ പൂർണ്ണമായും അങ്ങനെയാണ്. ശ്രീലങ്ക. അത് ഉയരാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ജിൻഡോയ്ക്ക്. അപ്സര. ക്യാപ്റ്റന്മാരിലെ ഏറ്റവും മോശം ക്യാപ്റ്റൻസി. ഇനിയിപ്പോ ഇത്രയും പേരെ കുറ്റം പറയുന്നവരെ വിളിച്ചു. ഇനി ഇത്തിരി പോസിറ്റീവ് പറയുന്ന സായി പരമാനെ ഒരു ഫെയിലിയർ ആയിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു അട്ടർ ഫെയിലിയർ ആയിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരുവിധം എല്ലാവരും ജിൻഡോനെ കുറ്റം പറഞ്ഞു. സായി മാത്രം ഇത്തിരി നല്ലതും പറഞ്ഞു. അതിൽ ആരായിട്ട് ചോദിച്ചു, ജിൻഡു ഒരു നല്ല ക്യാപ്റ്റൻ ആണ്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഗബ്രി മോനെ പറ. ഇതുവരെ ഉള്ളവരിലെ ഏറ്റവും സ്ട്രിക്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു. അതായത് എല്ലാവരുടെയും പിന്നാലെ. ഗബ്രി വന്ന് നിന്നിട്ട് പറയാണ്, ജിൻഡോ നല്ല സ്ട്രിക്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു, നല്ല പങ്ക്ച്വാലിറ്റി ഉള്ള, ചെരുപ്പ് അവിടെ ഇവിടെ ഇടരുത്, വൃത്തിയുടെ കാര്യത്തില് ഇതൊക്കെ ഉള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. അത് അപ്രിഷിയേറ്റ് ചെയ്യണം. വെരി ഗുഡ്. ചെയ്യാണ്. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും അതിന് കട്ടുകറും കൂട്ടിയിട്ട് എന്റെ പിന്നാലെ വന്ന് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് ലാലേട്ടൻ ചോദിച്ചു, ജിൻഡോക്ക് എന്താണ് പറയാനുള്ളത്? ഓ ശരി. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു ഞാൻ പറയാനും മറുപടി മറന്നുപോയാ? ഇരിക്കാം. ജിൻഡോ അടുത്ത ചോദിച്ചു, അടുത്ത ദിവസം എന്തായാലും ഞാൻ മറന്നുപോയി. പറ. മറന്നുപോയാ? ഇരിക്കാം. ലാലേട്ടൻ മറന്നോ? അടിയാവുന്നത്. ജിൻഡോ ആരുടെയോ കയ്യിലെ പപ്പറ്റായിരുന്നു. പപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് +2 കെമിസ്ട്രിയില് മറ്റേ ഒരു സാധനം ഒഴിച്ച് ഡൈലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത സംഭവമല്ലേ അത്? ആൾക്കാർക്ക് കൈപൊക്കാം. അത് പിപ്പറ്റല്ലേ, ഇത് പപ്പറ്റ്. എന്തായാലും ഓരോ എപ്പിസോഡ് കാണുന്നവർ ഓരോ വാക്കുകൾ പഠിക്കുന്നുണ്ട്. പപ്പറ്റ്. ആ 8 പേര് കൈപൊക്കിയത് കൊണ്ട് 8 പേരാണ് കൈപൊക്കിയത്. 18 പേരില് 8 പേര് കൈപൊക്കി കഴിഞ്ഞ് 10 പേര് കൈപൊക്കിയില്ലാന്നല്ലേ അപ്പൊ ഭൂരിപക്ഷം പറയുന്ന തീരുമാനം എടുക്കണ്ടേ? പക്ഷെ ലാലേട്ടന് തെറ്റി. അവിടെ 9 പേര് കൈപൊക്കി.
അവരുടെ ഭാഗം ന്യായമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഈ സമ്മാനം അവിടെ സ്റ്റോർ റൂമിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഒരു നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണല്ലോ. അപ്പൊ ഈ സ്ക്രിപ്റ്റിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ജിൻഡോനെ കുറ്റം പറഞ്ഞാലാണ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നോക്കിയിരിക്കൂ. ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് എന്തുവാ ഇത്? വരാം, ഒരു ചെറിയ ബ്രേക്ക്. ജയിലിൽ ഇട്ടതിനെ പറ്റി നമ്മുടെ ജാസ്മിനോടും നോറയോടും ചോദിക്കണം. നിങ്ങളൊന്നും പറഞ്ഞില്ല അവരെ. മോശമായിട്ടുള്ള കാര്യം അപ്പൊ നോറ പറയാണ്, ഞാൻ ജാൻമോണി എന്നെ പറ്റി കുറ്റം പറഞ്ഞപ്പോ ചോദ്യം ചെയ്തതിനാണ് എന്നെ ജയിലിലിട്ടത്. അത് ഭയങ്കര മോശമാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ലാലേട്ടാ. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കാണുമല്ലോ. അപ്പൊ നോറ പറഞ്ഞു, ഞാൻ അവരെ ചീറ്റൊന്നും പറഞ്ഞിട്ടില്ല. ജാസ്മിൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ടാ. മോശമായ രീതിയിൽ തെറിയൊന്നും അങ്ങനെ അല്ല പറഞ്ഞത്. അതും കൂടെ പറഞ്ഞു തുടങ്ങിക്കോളൂ. അങ്ങനെ അപ്പൊ ജിൻഡോ എന്തെന്ന് പറഞ്ഞു, ലാലേട്ടാ ഞാൻ ഫുഡ് കൊടുക്കണ നേരത്ത് ഈ ഗബ്രി അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അവളെ കെട്ടിപ്പിടിക്കും. അത് ശരിയല്ല. അതിന്റെ ഇടയ്ക്കൂടെ ആള് അദ്ദേഹത്തെ കയറി ഹക്ക് ചെയ്തു. ജയിലിനകത്ത് കയറിയില്ല, പക്ഷെ ഹഗ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ അവൻ കയറിയില്ല, സത്യമായിട്ട് കയറിയില്ല, അവൻ പുറത്തുനിന്ന് തന്നെ കെട്ടിപ്പിടിച്ച. ചെയ്യാവുന്ന കാര്യമാണോ? അല്ല ചെയ്യാവുന്ന കാര്യം. ഭക്ഷണം എടുത്തുകൊണ്ട് പോയത് 2 ബൗൾ ഉണ്ടായിരുന്നു, അതിലൊരെണ്ണമാണ്. ഗബ്രി, ലാലേട്ടാ ഞാൻ ജിൻഡോ ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് 2 ബൗൾ ഉണ്ടായിരുന്നേ. അപ്പൊ അതിൽ 2 ആൾക്ക് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ അവരെ കൊണ്ടുപോയതാ. സത്യം. എന്താണ് ഇങ്ങനെ വലിയ ഉദാരശീലനാവരുത് ലാലേട്ടൻ, അയ്യോ മോനെ നീ ആരോട് ഇതൊക്കെ പറയുന്നേ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ശീലമുള്ളതുകൊണ്ട് അതിന്റെ അതൊക്കെ നിങ്ങൾ ജയിലിൽ പോകുന്ന സമയത്ത് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇവിടെ ചെയ്തോളൂ. ജയിലിലേക്ക് ഞങ്ങൾ അയക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ? അല്ലല്ല, പിന്നെ ഒരുമിച്ച് കഴിക്കാൻ എന്താ കാൻഡിൽ ലൈറ്റ് ഡിന്നറാ? അത് ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. അത് തെറ്റാണല്ലോ അല്ലേട്ടാ. തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാണ് എന്നെ. നീ പറഞ്ഞിട്ട് വേണമല്ലോ തെറ്റാന്ന് അറിയാൻ. ഞാൻ തെറ്റ് തന്നെയാന്നല്ലേ പറഞ്ഞേ. അതെന്താ കാര്യം എന്ന് പറയാനാ പറഞ്ഞേ. മോശമായ കാര്യങ്ങളാണ് വിളിക്കുന്നത്. ഘാതം വളരെ മോശമായിട്ട് പുറത്തുണ്ടായി. ലാലേട്ടൻ പറഞ്ഞു, എന്തുവാ മോളെ എന്തൊക്കെയാ നീ വിളിച്ച് പറഞ്ഞ ജയിലിൽ കിടന്നപ്പോ? അയാളെ വളരെ ഇങ്ങോട്ട് നോക്കടാ, എടാ പോടാന്നുള്ള വിളി നിർത്തൂ. എന്തുവാ എടാ പോടാ നോക്കട്ടേടാ എന്നൊക്കെ വിളിക്കുന്നേ? എല്ലാവരും. ജാസ്മിൻ, ലാലേട്ടൻ ഞാൻ നോക്കട്ടേടാന്നല്ല, നോക്കട്ടേടോ. ഇത് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അസഹ്യമായിട്ട് മാറുന്നു. നിങ്ങൾ വൃത്തികെട്ട വാക്കുകളാണ്. എന്താ അലോസരമാണ് ഉണ്ടാക്കുന്നത് നിനക്ക് അറിയോ ജാസ്മിനെ? രശ്മിൻ, നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? നിങ്ങള് പവർ ടീമിലുള്ള കറി വെച്ചിരുന്നു. എന്താണ്? ചെമ്മീൻ റോസ്റ്റ് അല്ല പനി. രശ്മിന് സ്ഥിരമുള്ള നമ്പർ അത്. ആദ്യം പറയുമ്പോ കടലക്കറിയായിരുന്നു, ചിക്കൻ കറിയായിരുന്നു, അങ്ങനെ മാറ്റി പറയും. പനീർ കറി. നിങ്ങൾ ആർക്കും എങ്ങനെ എടുത്തുകൊണ്ട് കൊടുത്തോ ജയിലിലെ? ലാലേട്ടൻ ജിൻഡോനോട് ചോദിക്കണേ, ക്യാപ്റ്റാ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നത് ശരിയാണ്? ക്യാപ്റ്റൻ പറയൂ, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുക്കും പവർ ടീമിന്. ജിൻഡോ ഇതപ്പോ കൊടുത്ത് ഞാൻ അറിഞ്ഞില്ല. അത് ശരിയാണോ റശ്മിൻ? ഇല്ല സാർ. അതിന് നീ എന്തിനാണ് ചിരിക്കണത്? എന്നെ ജയിലിൽ വിട്ടു, ഭയങ്കര കുഴപ്പമാണ്. നിങ്ങൾ ജയിലിൽ പോയിട്ടും നിങ്ങൾ മോശമായ കാര്യമല്ലേ ചെയ്തത്? ഇന്നലെ കേറി പൊന്തിപ്പോയ നോറയാ ഇന്നതേ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ആ പനീർ ഞാൻ കഴിച്ചിട്ടില്ല. അത് അതുപോലെ അവിടെ വെച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സ്വയം പൊങ്ങുന്നത് ഇത്തിരി കുറഞ്ഞു ലാലേട്ടൻ ചീത്ത പറഞ്ഞിട്ട്. അതിന്റെ ടേസ്റ്റ് എന്താ നോക്കിയിട്ടുള്ളൂ. നിങ്ങൾ അവിടത്തെ പവർ ടീമിന്റെ ടേസ്റ്റ് നോക്കുന്ന ആളാണോ? നോറ പറയണേ, ലാലേട്ടൻ ഞാൻ അത് കഴിച്ചില്ല, ജാസ്മിനും കഴിച്ചില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് അവിടെ തന്നെ വെച്ചു. എല്ലാ ഭക്ഷണത്തിന്റെ അങ്ങനെ പല കാര്യം പവർ ടീമിലുള്ള ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കും. ലാലേട്ടൻ പവർ ടീമിനോട് പറയണേ, നിങ്ങൾ ചോദിക്കും പവർ ടീമേ എന്തിനാ അങ്ങനെ കയറിയെന്ന് ചോദിക്കും, എന്തിനാ സാധനങ്ങൾ കൊടുത്തെന്ന് ചോദിക്കും. പവർ ടീം എന്തിനാ രശ്മിനെ അവളെ കൊണ്ട് കൊടുത്തേ? അറിയാമായിരുന്നു അങ്ങനെ ജയിലിലേക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് തെറ്റെന്ന് അറിയായിരുന്നു, സത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ തെറ്റാണെങ്കിൽ അത് ലംഘിക്കുമ്പോഴല്ലേ രസമുള്ളതെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. എന്ത് ബുദ്ധി ഉണ്ടെന്ന് ആലോചിച്ചേക്ക്. തെറ്റാന്ന് അറിയായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തു പോയി. ജയിലിലേക്ക് ആൾക്കാർ കൊണ്ടേ കൊടുത്തായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? അങ്ങനെ പറയാൻ നിങ്ങൾ ഭയങ്കര ന്യായം പറയുന്ന ആളാണല്ലോ. ഇവിടെ തന്നെ കൊടുക്കേണ്ട പണിഷ്മെന്റ് ഇവര് ക്ലിയർ ആയിട്ട് ചെയ്യാറില്ല. ജിൻഡോ എന്റെ പൊന്നു ലാലേട്ടൻ ഇവര് ജയിലിൽ കൊടുത്ത ടാസ്ക് ആ മാല പോലും അവർ ഉണ്ടാക്കിയില്ല. സത്യമായിട്ടും പോലും കോർത്തിട്ടില്ല അവര്. ഇല്ല. നോറ മാലര് എന്നെ ഇന്നലെ പൊക്കി പൊക്കി ആകാശം കൊണ്ട് വെച്ചത് ജിൻഡു ഇതൊക്കെ കൊളാക്കും. എല്ലാവർക്കും മൊത്തില്ല. ലാലേട്ട മാല ഉണ്ടാക്കി കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പൊ അതിന് ഞങ്ങളുടെ ഇഷ്ടത്തിന് മാലയില് മുത്തിട്ടു, ഞങ്ങള് പകുതി മുത്തിട്ടു. അതിനെന്താ കുഴപ്പം? ആളുകൾക്ക്
എങ്ങനെയാണോ മാല ഉണ്ടാക്കേണ്ടത് അതുപോലെ മാല ഉണ്ടാക്കി കൊടുക്കണം ഒരു മുത്തിട്ടാ മതിയല്ലോ ഇഷ്ടമുള്ള ഒരാൾക്ക്. അപ്പൊ എല്ലാവർക്കും കൊടുത്തു. ലാലേട്ടൻ ഊക്കി ഒരു മുത്തിട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാനോടാ. അതെ ലാലേട്ടാ, നമ്മുടെ ഇഷ്ടത്തിന് ഒരു മുത്തിട്ടിട്ട് കൊടുക്കാനാ കളിയാക്കിയതാണല്ലേ. ഇതില്ല. ഇതെല്ലാം തിരിച്ചു മേടിച്ചിട്ട് നിങ്ങളെ കൊണ്ട് വീണ്ടും കോർപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ ചെയ്യുന്നില്ല. അല്ല ലാലേട്ടാ, അതെന്താ ചെയ്യാത്ത? ജാസ്മിൻ എണീക്കാം. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞോ? അതേപോലെ ലാലേട്ടൻ ചോദിച്ചു, ജാസ്മിൻ ഫുഡ് കളഞ്ഞത് എന്തിനാണ്? ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞില്ല എനിക്ക് ഫുഡ് ആരോട് പറഞ്ഞു എന്ന് പറയോ? ആരോട് പറഞ്ഞു എന്ന്? ഓ ശരി. അല്ല, ആരോടാ നീ വേണ്ടെന്ന് പറഞ്ഞേ? ഫുഡിന്റെ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരോടും എന്നോട് വന്ന് ചോദിച്ചു. എല്ലാവരോടും പറഞ്ഞു എന്ന് പറയണ്ട, ആരോടാ പറഞ്ഞെന്ന് പറ. ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. ഇത് ഞാൻ റൂമിൽ നിന്നിട്ട് ഞാൻ ജാസ്മിനോട് വന്ന് അപ്പൊ അപ്സര ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ജാസ്മിൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരാള് ചെരുപ്പിടാതെ നടക്കുന്നു, അത് അത് കഴിഞ്ഞ് ലാലേട്ടൻ അടുത്ത ഇഷ്യൂ എടുത്തിട്ടു ഹൈജീൻ ഇല്ലായ്മ. എന്താ? എനിക്ക് കാലിന്റെ ഉപ്പൂറ്റി ജാസ്മിൻ, എന്റെ പൊന്നു ലാലേട്ടാ, ഞാൻ ചെരുപ്പ് ഇടാറില്ല. എനിക്ക് ആദ്യം ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ ഇവിടെ ഇങ്ങനെ പൊട്ടി കഴിഞ്ഞപ്പോ ഞാനത് കളഞ്ഞു. ആ കളഞ്ഞ ചെരുപ്പ് അപ്സര ചേച്ചി ഇട്ടുകൊണ്ട് കുറെ നാൾ നടക്കണ്ടായി. എന്നിട്ട് അപ്സര ചേച്ചിയും കളഞ്ഞു. അപ്പൊ എന്റെ ഒരു കംഫർട്ടിന് ഞാൻ അങ്ങനെ ചെരുപ്പ് ഇടാറില്ല, വീട്ടിലൊന്നും ഇടാറില്ല, ഞാൻ എവിടെ ഇടാറില്ല. എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ അല്ല, അത് നമുക്ക് ഇവിടെ പറ്റില്ല മോളെ. ഇവിടെ ചെളിയൊന്നും ഇല്ലോ, അതുകൊണ്ട് ഞാൻ ഇടാത്തതാ. കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ അങ്ങനെ ഇടാത്ത ആൾക്കാര് കാലിറക്കി വെക്കാൻ പറയുമ്പോ ഇറക്കി വെക്കണം. എന്നെ മാത്രം സൂപ്പർ 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 ചെയ്താണ് പറഞ്ഞത്. അങ്ങനല്ല ചേച്ചി. പിന്നെ അല്ല, ഞാൻ മാത്രല്ല ഇവിടെ പിന്നെ വേറെ ആരാണെന്ന് പറയൂ. ജാസ്മിൻ പറഞ്ഞു, ലാലേട്ടൻ എന്താ എപ്പോഴും എന്നെ മാത്രം പിടിക്കുന്നത്, ഞാൻ മാത്രമല്ലല്ലോ ചെരുപ്പിടാത്തത്. ആരാണ് പറയൂ. അവർക്ക് ഞങ്ങളെ ഇതേ എന്നാ ജാസ്മിൻ പറ, വേറെ ആരിടാത്തത്? നോറയും ഗബ്രിയും. കള്ളപ്പന്നി, നീ ഞങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്തൂടെ? ഇടാറില്ല. വീട്ടിനകത്തല്ല, ഇവിടുത്തെ കാര്യം ചോദിച്ചത്. അപ്പൊ ലാലേട്ടൻ ഗബ്രിനോട് ചോദിച്ചു, മോനെ ചെരുപ്പിടാത്തേ? ഗബ്രി, ലാലേട്ടൻ ഞാൻ വീടിനകത്ത് ചെരുപ്പിടാറില്ല. എടാ, നിന്റെ വീട്ടിലെ കാര്യമല്ല, ഇവിടത്തെ കാര്യം പറ. നീ ബാത്റൂമിന്റെ ഏരിയയിലൊന്നും പോകുമ്പോൾ ഇടാറില്ല. ഇവിടെ ഞാൻ ഇടാറില്ല ലാലേട്ടാ. ബാത്റൂമിൽ പോകുമ്പോ ബാത്റൂമിന്റെ അവിടെ ഞാൻ ഇടാറില്ല. വെരി ഗുഡ്, അവിടെ ഇരുന്നോ. ബിക്കോസ് കാല് മൊത്തം മുറിഞ്ഞു കിടക്കാണ്, ടോട്ടൽ മുറിഞ്ഞെടുക്കാണ്. നോറ, ലാലേട്ടാ, ഞാൻ ചെരുപ്പിടാത്തത് എന്റെ കാലിന്റെ അടി ഉപ്പുറ്റി വിണ്ട് കയറും, അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പിടാത്തത്. അപ്പൊ എത്ര ചെരുപ്പ് അയക്കണം? അപ്പൊ ജാസ്മിൻ, ഇത് തന്നെ എന്റെ ഇഷ്യൂ. സത്യം ഈ പരിപാടി ഇവിടെ നടക്കില്ല. ലാലേട്ടൻ, ഇവനാണ് ആങ്കർ, ഞാനാ ചേച്ചി. പിന്നെ എല്ലാവരും ചെരുപ്പിട്ടിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റാതെ ഇവിടെ നിന്നാ മതി. ലാലേട്ടൻ ജിൻഡോനോട് ചോദിച്ചു, ജിൻഡോ എന്താ പറയാനുള്ളത്? ഈ പരിപാടി നടക്കൂല, പറ്റാതെ ഇവിടെ നിന്നാ മതി, എന്റെ അഭിപ്രായമാണ്. അങ്ങനെ ജാസ്മിന് ഒരു ചെരുപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ജിൻഡോ ജാസ്മിന് ഒരു ചെരുപ്പ് സമ്മാനിച്ചു. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, ജാസ്മിനെ ഇത് പറ്റൂല, ഈ മൈക്ക് ഇടാതൊന്നും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. മൈക്ക് ധരിച്ചേ പറ്റും. ഞാൻ മൈക്ക് ധരിക്കാം. ജാസ്മിൻ, ലാലേട്ടാ, ഞാൻ ഈ ആയിട്ട് സത്യമായിട്ട് മൈക്ക് ധരിച്ചു, സത്യമായിട്ട്. ലാലേട്ടാ, ഞാൻ മൈക്ക് ഞാൻ ഓർത്തോർത്തോർത്തോ. ലാലേട്ടൻ മൈക്ക് ധരിച്ച് നീ ഇപ്പൊ കൂടി മൈക്ക് ധരിക്കേണ്ടാണ് നീ വന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു തവണ അനൗൺസ് ചെയ്ത് സീനാക്കിയതാണ്. എന്നിട്ട് നീ പറയുന്നത് നീ മൈക്ക് ധരിച്ചു അല്ലേ? പറഞ്ഞു വിളിച്ചോ? ആ, എന്റെ പൊന്നു ലാലേട്ടാ. ജാസ്മിൻ, എന്നെ ഇത്തവണ വാണിംഗ് ഒന്നും ചെയ്തിട്ടില്ല ലാലേട്ടാ. ശരണ്യ പറഞ്ഞു ഒരെണ്ണം ചെയ്ത് അന്ന് ജിൻഡ പറഞ്ഞപ്പോഴേ. ആ, ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്നെ വാണിംഗ് ഒന്നും ചെയ്തിട്ടില്ല ലാലേട്ടാ. അത് ഞാൻ ഉറങ്ങി കിടക്കുവായിരുന്നു. ജാസ്മിൻ, ഞാനവിടെ ഉറങ്ങി കിടന്നപ്പോഴാണ് ലാലേട്ടൻ എന്റെ ഇതിന് വിളിച്ചത്. ഞാനറിയാം നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്നതൊക്കെ എന്റെ കാര്യമല്ല. അപ്പൊ ലാലേട്ടൻ, ശരി, പകൽ ഉറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പട്ടിയും വരയ്ക്കും, നീ അതിന്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങി, അത് നീ ഇവിടെ ഒന്ന് സമ്മതിക്കാണല്ലേ? അപ്പോൾ ഞാൻ മൈക്ക് ധരിച്ചില്ല എന്ന് പറയുന്നത് എന്റെ കാര്യമല്ല. ഇനി കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ ചീത്ത വിളിക്കാം. എനിക്ക് മടുത്തില്ലാലേട്ടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞവരെ തെറി പറയും, ഞാൻ പറയാറില്ല. എനിക്ക് മടുത്തത്. ഇവിടെ മൈക്ക് ഊരി വെച്ചേക്കാണ്, ഇവർ രണ്ടുപേരും അടുത്ത് കിടക്കുന്നുണ്ട്, ഗബ്രി സംസാരിക്കുന്നുണ്ട്. ജിൻഡോ പറഞ്ഞു, ലാലേട്ട ഗബ്രിയും ജാസ്മിനും കൂടി അവിടെ മൈക്കിലാണ്ട് സംസാരിക്കണ്ടായിരുന്നു. അപ്പൊ ഗബ്രി പറയും, ഞാനാ ക്യാമറ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഗബ്രി അങ്ങോട്ട് ജിൻഡോ, ആ ക്യാമറ ചെക്ക് ചെയ്ത് ലാലേട്ട ക്യാമറ ചെക്ക് ചെയ്തേ. ശരിയായിരിക്കാം, എന്തെങ്കിലും ആയിക്കട്ടെ. ഇതിലൊരു ലാസ്റ്റ് വാണിംഗ്. പുല്ല്, ഈ സ്ക്രിപ്റ്റ് എനിക്ക് അറിയില്ലല്ലോ, ഇവര് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യും? അപ്പൊ എന്താ ഒരു ശിക്ഷ വേണോ? ലക്ഷറി പോയിന്റ് കട്ട് ചെയ്തിട്ടുള്ള ശിക്ഷ. ലാലേട്ടൻ പറഞ്ഞു, മൈക്ക് ധരിക്കാത്തതിന് എന്തെങ്കിലും ശിക്ഷ വേണോ ജാസ്മിനെ എന്തെങ്കിലും തമാശ ചോദിച്ചാ. ജാസ്മിൻ പറഞ്ഞു, ഈ ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യാത്ത ശിക്ഷയാണെങ്കിൽ തന്നാ കുഴപ്പമില്ല. ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യുന്നില്ല, അടുത്ത ആഴ്ച നോമിനേഷനിലേക്ക് ഇടട്ടെ. അപ്പൊ ലാലേട്ടൻ, അങ്ങനെയാണോ? എന്നാ അടുത്ത ആഴ്ച നോമിനേഷനിൽ ഇടട്ടെ. അപ്പൊ സാധാരണ ആൾക്കാർ എന്നിട്ട് പറയാം, ഈ വേണ്ട ലാലേട്ടാ അങ്ങനെ ഇടണ്ടാന്ന്. ജാസ്മിൻ, ആ ഇട്ടോ. അപ്പൊ ഇട്ടോ.
അപ്പൊ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച നോമിനേഷൻ ഞാൻ പറഞ്ഞ ലാലേട്ടൻ അന്ന് അടുത്ത ആഴ്ച അവളെ നോമിനേഷനിലേക്ക് അങ്ങോട്ട് ഇട്ടിരിക്കുന്നു. ജാസ്മിന്റെ ബുദ്ധി എന്നിട്ട് അറിയോ, ഞാൻ എന്തായാലും നോമിനേഷനിൽ വരുന്ന എനിക്കറിയാം. ഞാൻ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരാളവിടെ കേട്ടാൽ കുടിക്കുന്ന കുപ്പിയും കൊണ്ട് ടോയ്ലറ്റിൽ കയറാറുണ്ട് ലാലേട്ടാ. അതേപ്പോ ജാസ്മിൻ പറഞ്ഞു ജിൻഡോ കാക്ക ബാത്റൂമിൽ കുപ്പി കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ജിൻഡോ നിന്നിട്ട് ഞാൻ മാത്രമല്ല എല്ലാവരും കുപ്പി കൊണ്ടുപോകാറുണ്ട്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ആൾക്കാരുണ്ട്. എന്താ ഇതിന് പറയാൻ? എന്റെ കുപ്പി എന്തുത്തരോടെ തിരിച്ചു വരുമ്പോ ഉണ്ടാവില്ല, അടിച്ചു മാറ്റൂര്. അതേപ്പോ ജിൻഡോ പറയാണ്, എന്റെ പൊന്നിലാലേട്ടാ ഞാൻ ഇത് എവിടെയെങ്കിലും പുറത്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ അടിച്ചു മാറ്റും. അതുകൊണ്ട് എന്റെ സാധനങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്. ഞാൻ മൈക്ക് പോലും ഊരാറില്ല ബാത്റൂമിൽ പോകുമ്പോ. ഒന്ന് ആലോചിച്ച് നോക്കി. കുപ്പി എന്റെ സാധനം എന്റെ എവിടെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാനിപ്പോ നോറന്റ് എന്നിട്ട് പറഞ്ഞു ലാലേട്ട എനിക്കതെങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. അപ്പൊ ലാലേട്ടൻ എനിക്ക് മനസ്സിലായി വളിയുടെ കേസ് വൃത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ അല്ലേ എന്നുള്ളത് ഇപ്പം ജിൻഡോ എടാ ഈ വളി ഇടുന്നത് ഇത്ര മോശമുള്ള പരിപാടിയാണോ? എല്ലാരും ഇടുന്ന കാര്യമല്ലേ? എനിക്ക് ഗ്യാസിന്റെ അസുഖം ഉള്ളതാണ്. എനിക്ക് ഗ്യാസിന്റെ അസുഖം ഉണ്ട് ലാലേട്ട, അതുകൊണ്ട് ഞാൻ ഇടണതാണ്. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കുണ്ട് ഗ്യാസിന്റെ അസുഖം ഉണ്ട്. ഇതെല്ലാരും ഇടുന്ന സാധനല്ലേ, ഇയാളെ ഏതാണ്ട് മാരക കുറ്റം ചെയ്തെന്നും പറഞ്ഞ് എയർ ഫ്രഷർ എയർ ഫ്രഷ്നർ മറ്റേതാ ഗുളിക എന്താ? ഇപ്പൊ ജിൻഡോനൊരു സമ്മാനം കൊടുത്തേക്കാണ്. നോറയാണ് സമ്മാനിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർ ഫ്രഷ്നറും അതുപോലെ തന്നെ ഒരു കുപ്പി മൊത്തം ഗുളികയും. ഗ്യാസിന്റെ ആയിരിക്കും. ആ കറക്റ്റ്. അപ്പൊ അങ്ങോട്ടും മറക്കാതെ 4 നേരം കഴിച്ചോളൂ. ചെറിയൊരു ബ്രേക്ക്. പുറത്തു പോകുന്നു. ഈ വീട് വിട്ടു പോകാൻ താല്പര്യമുള്ളവരാണോ എല്ലാവരും? കഴിഞ്ഞ ലാലേട്ടൻ നോമിനേഷനിലുള്ളവരെയൊക്കെ ഏൽപ്പിച്ച് നിർത്തി ഓരോരുത്തരോട് ചോദിക്കാണ്, നിങ്ങക്ക് നിക്കണോ അതോ പോണോ? എനിക്ക് ആഗ്രഹമുണ്ട് പുറത്തേക്ക് വരാനാ? എല്ലാരും പറഞ്ഞു ഞങ്ങക്ക് നിക്കണം, ഞങ്ങക്ക് പോണ്ട എന്ന്. അൻസിബ മാത്രം പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. താല്പര്യമുണ്ട് വീട്ടിൽ പോനോ? കാരുണ്യനോട് പറഞ്ഞു നിക്കണോ പോണോ? വീട്ടിൽ പോനോ? ഇവിടെ നിക്കണമെന്ന്. പക്ഷെ എന്തായാലും അത് ശരി. പക്ഷെ അത്ര മനുഷ്യത്വം ഇല്ലാത്ത ഒരാളല്ല ഞാൻ. എന്റെ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ എല്ലാവരെയും സേവ് ചെയ്തിരിക്കും. കഴിഞ്ഞ ആഴ്ച നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വീക്കായിരുന്നു. പിന്നെ ഇന്ന് മനുഷ്യത്വത്തിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് ഈ ആഴ്ചത്തെ എവിക്ഷൻ 1-2 പേരെ കളയാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനുഷ്യത്വമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും കളയുന്നില്ല. എല്ലാവരും സേവ് ആയിരിക്കുന്നു. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഞാൻ പോയി വരാം. ഗുഡ് നൈറ്റ്. അങ്ങനെ ലാലേട്ടൻ പോയി. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ഗബ്രി ബാക്ക് ടു ഫോർ കൃത്യമായിട്ട് സംസാരിച്ചു. ഗബ്രി പറയണേ, കഴിഞ്ഞ ആഴ്ച നടന്ന ഓരോരോ കാര്യങ്ങളും ലാലേട്ടൻ എടുത്തെടുത്ത് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ജാസ്മിൻ, നിനക്ക് പണിയൊന്നും കിട്ടിയില്ലല്ലോ, മൊത്തം പണി കിട്ടിയത് എനിക്കാ. ജയിലിൽ വന്നതിന് എനിക്ക് കിട്ടിയില്ലേ? അതിനല്ലേ കിട്ടിയുള്ളൂ. ജാസ്മിൻ, എനിക്ക് കിട്ടിയത് വെച്ച് നോക്കുമ്പോ അതൊക്കെ ചെറുതല്ലടാ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചേ. എന്നെ നിർത്തിപ്പൊരിച്ചു. എന്നിട്ട് നിർത്തിപ്പൊരിച്ചവിടെ പിന്നെ വായന്ന് തന്നെ വർത്താനം സൂക്ഷിക്കണം. പറയാ നീ നിന്റെ വാക്ക് കൺട്രോൾ ചെയ്യടോ പോടോ, എന്തൊക്കെ വൃത്തിയായിട്ട വാക്കുകളാടി നീ പറയുന്നേ. എല്ലാ ഉളുപ്പില്ലാത്തവന്മാരെ ഉളുപ്പില്ലാത്തവനെ എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അതേ ഗബ്രി പറയാ ആ ചിന്തനെ പറ്റി അപവാദം പറഞ്ഞു. ഞാൻ എപ്പോഴത്തെ തോന്നി പറഞ്ഞേ ഉളുപ്പില്ലാത്തവന് ഉളുപ്പില്ലാന്ന് തന്നെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അതും നീ എവിടെ അടിക്കണേ? നീ ഹൈജീൻ ഓഫ് ദി മുനിസിപ്പാലിറ്റി ആയിരിക്കും. അതിപ്പോ ഗബ്രി ജാസ്മിനോട് പറഞ്ഞു, നീ പുറത്തിറങ്ങുമ്പോഴേക്കും ഹൈജീനൊക്കെ ഒന്നും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇത്ര ഹൈജീൻ ഇല്ല. അത് ശരി, നീ കൂടി ഇത് പറയാനുണ്ടായിരുന്നുള്ളൂ. നീയും പറഞ്ഞു തുടങ്ങിയ. നീ ഇവിടെ തുടങ്ങേ. നീ കൂടെ എന്നെ കളിയാക്കട്ടെ ഗബ്രി, എനിക്കിങ്ങനെ തന്നെ വേണം. ചെയ്യണമെന്ന് പറഞ്ഞേ കളിപ്പാവരിക്കണം ഇവിടുന്ന്. അതിന്റെ ഇടയ്ക്ക് ഗബ്രി പറയണ്ട് സാധനം ഇരിക്കണ കളിപ്പാവ എന്ന് പറഞ്ഞപ്പോഴേക്കും ജിൻഡോ നൈസായിട്ട് വന്നത് എടുത്തുണ്ട്. അങ്ങനെ എപ്പിസോഡ് 43ന്റെ റിയാക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് 44ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ